കൊട്ടാരക്കരയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനമില്ലാതായിട്ട് 3 ആഴ്ച പിന്നിടുന്നു. ഉമ്മന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഡോക്ടറുടെ സേവനം നിലച്ചത്. ടെലിമെഡിസിൻ സൗകര്യം മാത്രമാണ് പലപ്പോഴും രോഗികൾക്ക് ലഭ്യമാകുന്നത്. ഉമ്മന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത് 2 ഡോക്ടർമാർ. ഒരാൾ സംസ്ഥാന സർക്കാരിന്റെ സ്ഥിര നിയമനത്തിലുള്ള മെഡിക്കൽ ഓഫീസർ, മറ്റൊരാൾ സർക്കാരിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം കരാറടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള LSG മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസർക്ക് മിക്ക ദിവസവും മീറ്റിംഗ് തിരക്ക്. പഞ്ചായത്തിൽ നിന്ന് നിയമിച്ചിട്ടുള്ള ഡോക്ടർ 2 ആഴ്ചയിലേറെയായി എത്താറേയില്ലെന്ന രോഗികൾ. ഞാൻ ഒന്നൊന്നര വർഷം കൊണ്ട് എൻ്റെ കാലിൻ്റെ ഒരു മുറിവിൻ്റെ ഒരു അവസ്ഥയിൽ ഞാനിവിടെ സ്ഥിരമായി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മരുന്ന് വയ്ക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ കാല് വയ്യാത്ത അവസ്ഥയിൽ ഞാൻ വരുമ്പം ഡോക്ടറെ കാണാതെ പോകുമ്പോൾ അതിൻ്റെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ സാധാരണക്കാർ വന്നാൽ ഇവിടെ ഡോക്ടറില്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ സ്ഥിതി എത്രയും പെട്ടെന്ന് പരിഹരിച്ച് സാധാരണക്കാരനെ മരുന്നും കാര്യങ്ങളും തക്ക സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ആർദ്രം പദ്ധതിയിലൂടെ 1 വർഷ കരാറിലാണ് പഞ്ചായത്ത് LSG മെഡിക്കൽ ഓഫീസറെ നിയമിച്ചിരുന്നത്. ഈ ഡോക്ടർ രാജിവെച്ച് പോയത് രോഗികൾ അറിഞ്ഞില്ല. പഞ്ചായത്ത് പകരം നിയമനം നടത്തിയിട്ടുമില്ല. ഇതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. എത്രയും വേഗം ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ ബിന്ദു പ്രകാശ്. ഒന്നാമത് ഇവിടെ അമീബിക്ക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ഒരു PHC-യാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരുപാട് രോഗികൾ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ ഒരു മെഡിസിന് വന്നിട്ട് അവരോടും പറയുന്നു, നിങ്ങൾ വാപ്പാല പോയി 10 ദിവസത്തിനുള്ള മരുന്ന് കിട്ടും, വാപ്പാല ഹോസ്പിറ്റലിൽ പോയി. അതാണോ അതിന് ശരി? ഇവിടെ ഫണ്ട് വെക്കുന്നില്ലേ? ഇവിടെ മരുന്ന് വരുന്നില്ലയോ? ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ അതിൻ്റെ ആ സേവനം തീർച്ചയായിട്ടും അവർക്ക് കിട്ടണം. മെഡിക്കൽ ഓഫീസറെ ഫോണിലൂടെ കൺസൾട്ട് ചെയ്യുകയാണിപ്പോൾ പലരും. കൃത്യമായ രോഗനിർണയത്തിന് ഇത് ബുദ്ധിമുട്ടായതിനാൽ ടെലിമെഡിസിൻ പലപ്പോഴും ഡോക്ടർക്കും രോഗിക്കും തൃപ്തികരമല്ല. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.